ഓണത്തിന് നിങ്ങൾ എല്ലാവരും റെഡി ആയല്ലോ. ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലികൾ എളുപ്പമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അത്ര കിടിലനായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണണം. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് ഹെൽത്തി ആയിട്ടും അതുപോലെ ജോലികൾ കുറക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആണ്. ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, പൂർണ്ണമായിട്ട് കാണുക. നമ്മൾ ഈ ഒരു 10 ദിവസം പല വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കുമ്പോഴും നമ്മുടെ സമയവും അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാസ് ആകട്ടെ എല്ലാം ലാഭിക്കാൻ പറ്റിയ കിടിലൻ ടിപ്സുകളാണ്. ആദ്യമായിട്ട് നമുക്കൊരു ഹെൽത്തി ടിപ്പ് കണ്ടാലോ. ഹെൽത്തി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓണക്കാലമല്ല, നമ്മളിപ്പോൾ പെരുന്നാൾ വന്നാലും എന്ത് വന്നാലും നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കും അല്ലേ. അതിപ്പോൾ ഈ ഒരു സമയം മാത്രമല്ല കേട്ടോ, ഏതൊരു സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. അയ്മോദകം എന്ന് പറയും. നമുക്ക് അങ്ങാടിക്കടകളിലും ആയുർവേദ കടകളിലും ഇപ്പം പലർക്ക് കടകളിലൊക്കെ കിട്ടുന്ന ഏതൊരു ഷോപ്പിലും ഈസി ആയിട്ട് കിട്ടുന്നതാണ്. നല്ലതുപോലെ കഴുകണം. ഇതിൽ പൂപ്പൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. കഴുകി ഒരു 1/2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1 ഗ്ലാസ് ആവുന്നവരെ നല്ലതുപോലെ വെട്ടി തിളപ്പിക്കുക. അതിലേക്കൊരു ചക്കരയോ ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് അസിഡിറ്റി അതുപോലെ വയറിന് പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ ഈ അയ്മോദകം കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റിയൊക്കെ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയാണ് ഈ ഒരു പനക്കൽക്കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചക്കരയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മളുടെ വയറിലുണ്ടാവുന്ന ഗ്യാസിൻ്റെ പ്രോബ്ലം മാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മളുടെ ഉണ്ടാകുന്ന ബ്ലഡ് കുറവ് അതുപോലെ തന്നെ നമുക്ക് പീരീഡ്സിൽ ഉണ്ടാവുന്ന വയറുവേദന, കറക്റ്റായിട്ട് പീരീഡ്സ് ആകുന്നില്ല അങ്ങനെയുള്ളവർക്കും ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഒരു വെള്ളം വളരെ നല്ലതാണ് കേട്ടോ. ഹെൽത്തിന് വളരെ നല്ല ഒരു ഡ്രിങ്കാണ്. മസ്റ്റായിട്ടും എല്ലാവർക്കും കുടവയറ് കുറക്കാനൊക്കെ വളരെ നല്ലതാണ്. അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് കളയാൻ നല്ലതാണ്. എല്ലാം കൊണ്ടും നല്ലതാണ്. ഒരു ദിവസത്തെ ഒരു ഗ്ലാസ്സൊക്കെ കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഓണം വരവായല്ലേ, ഓണത്തിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസും സമയവും നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും വലിയൊരു ടിപ്പാണ് നമ്മൾ ഏതൊരു പയറ് വർഗ്ഗങ്ങളും വെള്ളത്തിൽ 1 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കുക കേട്ടോ. ഞാനിപ്പോൾ തലേന്ന് രാത്രി ഇട്ടിട്ട് നമ്മൾ രാവിലെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതുപോലെ കുതിർന്ന് കിട്ടും. 1 മണിക്കൂറിനേക്കാൾ കൂടുതൽ നമുക്കിത് നല്ലപോലെ തന്നെ ഒറ്റ വിസിലിൽ തന്നെ എല്ലാം വെന്ത് കിട്ടും. അത്രയും നമ്മൾ സമയം കുതിർത്തുന്നത് കൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ ഒരു ടിഫിൻ ബോക്സ് എടുക്കുക. ആ ഒരു ടിഫിൻ ബോക്സിലേക്ക് ഞാൻ ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു കണ്ടെയ്നർ എടുത്താലും നിങ്ങളെ കയ്യിൽ ഏതാണോ ഉള്ളത്, ഏതാണോ നമുക്ക് സ്യൂട്ടായിട്ടുള്ളത്, നമ്മളിപ്പോൾ പയറ് കടല എല്ലാത്തിൻ്റെയും ഒരു അളവിനനുസരിച്ച് എത്രയാണോ സ്യൂട്ടായിട്ടുള്ളത് ഓരോ അളവിനും അനുസരിച്ചിട്ടുള്ള പാത്രങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ചെറുപയർ കൂടുതൽ അത് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് സൂട്ട്, അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊട്ടിപ്പോകുന്ന, ചൂട് കയറുമ്പോൾ പൊട്ടിപ്പോകുന്ന ഗ്ലാസ് പാത്രങ്ങൾ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ ഹെൽത്തിന് നല്ലത് കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങളെ കുക്കറിൻ്റെ അളവ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള പാത്രങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പച്ചക്കറികൾ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാത്രങ്ങളെല്ലാം ഇറക്കി വെക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 2 വിസലിൽ തന്നെ കടലയാകട്ടെ വൻപയറാകട്ടെ ചെറുപയറൊക്കെ വെന്തുടഞ്ഞു പോയി 2 വിസൽ. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചൂട് കൂടുതലായിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലും ഗ്യാസ് ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇത് ഓരോന്ന് വേവിച്ചെടുക്കുമ്പോൾ ഉള്ള ഗ്യാസ് നഷ്ടം, സമയനഷ്ടം ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാത്രങ്ങൾ താഴോട്ട് ഇരിക്കുന്നതായിരിക്കണം. നമ്മൾ മൂടി നമ്മൾ കുക്കറിൻ്റെ മൂടി ഇടുമ്പോൾ ടൈറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പാടില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് നമുക്ക് മൂടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾ ടിഫിൻ ബോക്സ് ഞാൻ എടുത്തത്, നിങ്ങൾക്ക് ഏതാണോ അളവ് അതിനനുസരിച്ച് നിങ്ങൾ പാത്രങ്ങൾ എടുക്കാം. കറക്റ്റായിട്ട് നല്ല പോലെ ഒരു ടൈറ്റോ ബുദ്ധിമുട്ടോ ഒന്നും പാടില്ല. കുക്കറിൻ്റെ ആ ഒരു കാര്യത്തിൽ നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇത് നല്ലതുപോലെ തന്നെ ഇത് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് 2 വിസിലിന്
എല്ലാം നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ, കടല വരെ നല്ല സൂപ്പറായിട്ടെന്ന് വെച്ചാൽ ഈ ഒരു പാത്രത്തിൻ്റെയൊക്കെ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ ഇത് നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ഇതൊന്ന് പുറത്തേക്ക് എടുക്കുക കേട്ടോ. ഇപ്പോൾ ജോലിക്കാരാണെങ്കിലും ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ കടലയും പയറും ചെറുപയറൊക്കെ വേവിച്ച് വെച്ചാൽ രാവിലെ പണികൾ ഭയങ്കര എളുപ്പത്തിൽ കഴിയും കേട്ടോ. ഇപ്പോൾ ഓണത്തിന് മാത്രമല്ല ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലാത്ത സമയങ്ങളിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. കടലയൊക്കെ നോക്കിക്കാൻ നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൂട്ടുകറിയിൽ എനിക്കിഷ്ടമാണ് കേട്ടോ കടല, നല്ല ടേസ്റ്റാണല്ലോ കൂട്ടുകറിയിൽ നമ്മൾ കടല ഇടുമ്പം. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി കുറച്ച് കടല വേവിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചധികം മെനക്കെട്ട പണിയല്ലേ. പക്ഷേ നമ്മൾ ഈ ഒരു പച്ചക്കറിയുടെ ഒപ്പം തന്നെ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം, വളരെ എളുപ്പത്തിൽ. അതുപോലെ തന്നെ ചെറുപയറും മത്തങ്ങയും കൂടെയുള്ള ആ ഒരു കറി, അതും അടിപൊളി, തേങ്ങ അരച്ചിട്ട് അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നല്ല കിടിലൻ കറികളാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് വൻപയർ കുമ്പളങ്ങയും കൂടെ എലിശ്ശേരി വെക്കില്ലേ, നല്ല ടേസ്റ്റ് ആണല്ലോ അത്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ വൻപയർ ഇടുള്ളൂ. പക്ഷെ ആ ഒരു വൻപയർ വേവിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കുക്കറിലിട്ട് വിസിലടിച്ച് ഗ്യാസ് നഷ്ടം സമയനഷ്ടം ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പലതരം കറികൾക്കുള്ള കൂടുതൽ സമയമെടുത്ത് വേവിക്കുന്ന എല്ലാ കാര്യങ്ങളും വേവിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്തതായിട്ട് നമ്മളുടെ ഓയിലും പൗഡറിനെയൊക്കെ കുറിച്ച് ഞാൻ കുറേ വീഡിയോയിൽ പറയുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്, വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെയും നിങ്ങളിലേക്ക് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. നമ്മളുടെ ഫെയർനെസ് ഓയിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ചുളിവ് മാറുവാൻ, സ്കിന്നിലുണ്ടാകുന്ന ചുളിവ്, ഡൾനെസ്, സൺ ടാൻ കൊണ്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ നമുക്ക് ചിക്കൻ ബോക്സ്, നമ്മൾ സ്ട്രെച്ച് മാർക്ക്, വയറിൽ മാത്രമല്ല ഇപ്പോൾ ശരീരത്ത് മൊത്തം ഉണ്ടാവുമല്ലോ സ്ട്രെച്ച് മാർക്ക്. അതുപോലെ നമുക്ക് ഇപ്പം നമ്മളെ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാട്, അതുപോലെ ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ടുള്ള പാടുകൾ, മുറിവുകൾ വന്നിട്ടുള്ള പാടുകളൊക്കെ പോകാനായിട്ട് ഈ ഒരു അനാർക്കലി ഫെയർനെസ് ഓയിൽ അത് മുഖത്തിടാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പലർക്കും പല സ്കിന്നാണ്. എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നിലിട്ടാൽ മുഖക്കുരു വരും. അതുകൊണ്ട് ശരീരത്തിന് സൂപ്പറാണ്. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഫേസിലിടുക, സൂപ്പറാണ് കേട്ടോ. മുഖത്തെ ചുളിവൊക്കെ മാറി നല്ല ഗ്ലോയിങ് ആകാനും അതുപോലെ തന്നെ നല്ല പളപള വെട്ടിത്തിളങ്ങുന്ന ശരീരമാകാനായിട്ട് ഈ ഒരു ഫെയർനെസ് ഓയിൽ ഉപയോഗിച്ച് നോക്കട്ടോ. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് കരിമങ്കലി, മുഖക്കുരു, മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ തരി പോലുള്ള കുരുക്കൾ, ഇവയെല്ലാം മാറ്റാനായിട്ട് നമ്മളൊരു പൗഡർ കൂടി ഇറക്കിയിട്ടുണ്ട്, ഗ്ലോബെറി എന്ന് പറയുന്ന. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. കരിമങ്കലിയൊക്കെ മാറുവാൻ സൂപ്പറാണ്. നമ്മളെ മുഖത്ത് ഉണ്ടാവുന്ന ചുളിവ് മാറുവാൻ, അതുപോലെ തന്നെ നമ്മൾ 1000, 2000, 3000 ഒക്കെ കൊടുത്തിട്ട് ഓരോ ഫേഷ്യലും ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള ഹോം റെമഡീസ്, പിന്നെ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് വേണം നിങ്ങളിത് ചൂസ് ചെയ്യാൻ. ഇത് നമുക്ക് തൈരിലോ പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടറിലോ നമുക്ക് തേക്കാവുന്നതാണ്. അത് ഏതാണ് ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങളാണ് അത് കണ്ടുപിടിക്കേണ്ടത്, നിങ്ങളെ സ്കിന്നിന് ഏതാണ് സ്യൂട്ട് എന്നുള്ളത്. എന്നിട്ട് നിങ്ങളിതൊന്ന് പുരട്ടി നോക്കുക കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു പൗഡറാണ് കേട്ടോ. ഇത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട് ഓരോ ഐറ്റംസും. അത് ട്രൈ ചെയ്തിട്ട് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. നമ്മൾ പൊടികൾ മേടിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്, നമ്മൾ കഴുകി ഉണക്കി നമ്മൾ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന, ഇത് മാത്രം പൊടിക്കുന്ന മില്ലുണ്ട്, അവിടെ കൊണ്ടുപോയി പൊടിപ്പിക്കുന്ന സാധനമാണ്. അല്ലാണ്ട് നമ്മൾ പൊടികൾ മേടിച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരികയല്ല ചെയ്യുന്നത് കേട്ടോ. സൂപ്പർ റിസൾട്ടാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല മുഖകാന്തി കിട്ടാൻ, അതുപോലെ കരിമങ്കലിയൊക്കെ മാറാൻ സൂപ്പറാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ. അനാർക്കലി ഹെയർ ഓയിലിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട. മേടിച്ചവർ വീണ്ടും മേടിക്കുന്നുണ്ട്. അഭിപ്രായം കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം അത് അത്രത്തോളമാണ് കേട്ടോ. മുടി വളരുവാനും മുടി കൊഴിച്ചൽ മാറുവാനും അതുപോലെ അകാരനര വരാതിരിക്കുവാനും വന്ന നര മാറ്റുവാനും ഒക്കെ സൂപ്പറാണ്. മേടിച്ചവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അത്രത്തോളം സന്തോഷമുണ്ട്. 2 ദിവസം എടുത്തിട്ട് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചെടുക്കുന്നത്. ഇതിൽ ഗന്ധപ്പാല, അതുപോലെ തന്നെ കാട്ടുനെല്ലിക്ക, കറിവേപ്പില, കറ്റാർവാഴ, മുക്കുറ്റി, ബ്രഹ്മി, അതുപോലെ 10-25 മരുന്നുകൾ ചേർത്തിട്ടാണ് കേട്ടോ. വേണ്ടവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നല്ല ഉറക്കം കിട്ടുവാനും സൂപ്പറാണേ.
അടുത്തതായിട്ട് നമ്മൾ ഓണം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തേങ്ങയാകട്ടെ വെളുത്തുള്ളി ആകട്ടെ ഇവയെല്ലാം അല്ലേ. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ചധികം ക്വാണ്ടിറ്റി നമുക്കിപ്പോൾ വെളുത്തുള്ളി അച്ചാറൊക്കെ ഇടാനായിട്ട് വേണമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് ഇതുപോലെ ഒരു ട്രേയിലേക്ക് ഇട്ടിട്ട് എയർ ഫ്രയറിൽ ഒരു 3 മിനിറ്റ് വെക്കട്ടോ, കൂടുതലൊന്നും വെക്കരുത്. നമ്മൾ വെച്ചിട്ട് ഇതൊന്നും എടുത്ത് അതിൻ്റെ ആ ഒരു നേരിയ ചൂടോടുകൂടി തന്നെ ചെയ്യണം കേട്ടോ. ഇതുപോലെ ഒരു കോട്ടൺ സഞ്ചിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ പതിയെ ഇങ്ങനെ അമുക്കിയല്ല, പതിയെ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്തെടുത്താൽ മാത്രം മതി. എത്ര കിലോ വെളുത്തുള്ളി നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടിപൊളി ടിപ്പാണ്. നമ്മൾ ഈ ഓണത്തിന് മാത്രമല്ല പല ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഒരു വെളുത്തുള്ളി വളരെ അത്യാവശ്യമാണ് അല്ലേ. ഏതൊരു അച്ചാറിനാണെങ്കിലും നമ്മൾ വെളുത്തുള്ളി ഇടാണ്ട് ഇരിക്കില്ല, ഏതൊരു കറിയിലും നമുക്ക് വെളുത്തുള്ളി വേണം. അപ്പോൾ ഇതുപോലെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ തന്നെ ഇത് തൊലിഞ്ഞ് കിട്ടുന്നതാണ്. അത്ര സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ നമ്മളിപ്പോൾ പായസത്തിലൊക്കെ താളിച്ചിടാനാണെങ്കിലും തേങ്ങാക്കൊത്ത് ഇതിലൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മളിപ്പം തേങ്ങ വറുത്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. ഞാൻ അതൊന്നും ഇവിടെ കാണിച്ചു, ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഡീപ്പായിട്ട് കാണിക്കുന്നതിൽ ഇത് എയർ ഫ്രൈയിൽ ഒരു 5 മിനിറ്റ് വെച്ച് ഒന്ന് ഡ്രൈ ചെയ്തെടുത്താൽ നമ്മൾ തേങ്ങ വറുത്തെടുത്ത പോലെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മൾ പായസത്തിൽ ഇടുന്ന തേങ്ങ ഇത് താളിച്ചിടില്ലേ, അതിനൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ക്യാബേജ് തോരൻ. ക്യാബേജ് അരിഞ്ഞ് തേങ്ങയും ഉപ്പും മഞ്ഞളും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും വെച്ച് കൊടുത്താൽ മതി. വാഴയില വെച്ച് നമ്മൾ ഇതൊന്ന് ഒരു 2 മിനിറ്റ് നമ്മൾ എയർ ഫ്രയറിൽ വെച്ചാൽ മതി. നമ്മളുടെ തോരൻ റെഡിയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഓണത്തിന് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ കിടിലൻ ടിപ്പുകളാണ്. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരു നുള്ള് മാത്രം ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ എത്രത്തോളം ഉപയോഗപ്രദമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിമിഷ നേരം കൊണ്ട് പണികൾ തീർക്കാനായിട്ട് ഈ ഒരു സാധനം മസ്റ്റ് ബൈ ആണ് കേട്ടോ. കുറേ സമയമൊന്നും നമ്മൾ ഈ ഒരു പച്ചക്കറി ഇട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഗ്യാസ് അടുപ്പിൽ 5 ഗ്യാസ് അടുപ്പുണ്ടെങ്കിൽ 5 ഗ്യാസ് അടുപ്പിലും സാധനങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ ഇതുപോലെ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ. അതുപോലെ പെട്ടെന്ന് വേകുന്ന ഏതൊരു തോരനും നമുക്ക് ഇതിൽ ചെയ്യാവുന്ന വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. വെണ്ടക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവാളയും പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ അതൊരു 3-4 മിനിറ്റ് എടുക്കും കേട്ടോ. വെണ്ടക്ക മെഴുക്ക് പുരട്ടി സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. 2 തുള്ളി വെളിച്ചെണ്ണയും കൂടി ഇട്ട് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ആ ഒട്ടി പിടിക്കുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വെണ്ടക്ക നല്ല വിട്ട് കിട്ടും. എന്നിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒരു 3-4 മിനിറ്റ് വെച്ച് ഒന്ന് ചൂടാക്കിയാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല സൂപ്പറായിട്ട് വെണ്ടക്ക മെഴുക്ക് പുരട്ടി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്ക് പായസം വെക്കുമ്പോൾ എൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക, ഈ പരിപ്പ് പായസമൊക്കെ വെക്കുമ്പോൾ പരിപ്പ് കുറേ നേരം നമ്മൾ വറുത്തെടുക്കാൻ സമയം എടുക്കും അല്ലേ, കുറേ സമയം എടുക്കും. അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ചെറുപരിപ്പാണ് എടുത്തേക്കുന്നത്. അത് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും, ഇപ്പോൾ ഇത് ഒരു 250 ഗ്രാമാണ് കേട്ടോ ഇത്. അപ്പോൾ 250 ഗ്രാം ഇപ്പം ആ ഒരു അളവിലാണ് നമ്മളിപ്പോൾ ഇപ്പം 1/2 കിലോ അല്ലെങ്കിൽ 1 കിലോ നിങ്ങൾ പയർ വറുത്തെടുക്കണമെങ്കിൽ എത്ര സമയം നമ്മൾ വറുത്തിരിക്കണോ അല്ലേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 15 ഇപ്പം എൻ്റെ കയ്യിൽ 15 മിനിറ്റ് ആണെങ്കിൽ ചിലവരയിൽ 10 മിനിറ്റ് കൊണ്ടാവും കേട്ടോ. ഓരോരുത്തരും എയർ ഫ്രയർ പോലെ ഇരിക്കും ആ ഒരു ഇതിൻ്റെ ഒരു കപ്പാസിറ്റി. നമുക്കറിയില്ല ഓരോരുത്തരത് ഏത് രീതിയിലാണെന്ന്. ഞാനിവിടെ 185 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് വെച്ചേക്കുന്നത്. 250 ഗ്രാം നമ്മളുടെ പരിപ്പ് കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ ഗ്യാസ് അടുപ്പിലാണെങ്കിലും നമ്മൾ നിന്ന് ഇളക്കി കൊണ്ടിരിക്കണോ അല്ലേ. ഇത് നമുക്ക് വേറെ പണികൾ എടുക്കുന്ന ഇടയിൽ ഇതൊന്ന് 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊരു അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നെയ്യ് കൂടി, അധികം ഒന്നും വേണ്ട, ഒരു നുള്ള, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകതയാണല്ലോ, അതും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മളതൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ആ ഒരു നെയ്യുടെയും പരിപ്പിൻ്റെ ആ ഒരു വറുത്ത മണം വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അല്ലേ. അതിൻ്റെ ഒരു സ്മെല്ല് പ്രത്യേകതയാണല്ലോ. ഇപ്പം നമ്മൾ ഏതൊരു സാധനം, ഇപ്പം നെയ്ച്ചോറിനാണെങ്കിലും നമ്മൾ ഇത് വറുത്ത് വെക്കുന്നവരുണ്ട്, അരി വറുത്ത് വെക്കുന്നവർ, അവർക്കും ഈ ഒരു ട്രിക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറേ നേരം ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ നിന്നിട്ട് ഇളക്കേ ഒന്നും വേണ്ട കേട്ടോ.
ഒരു 3 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. പരിപ്പിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു പരിപ്പ് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എത്ര കിലോ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത് കുറച്ചധികം ഇത് മൂത്ത് കിട്ടിയിട്ടുണ്ട്, അത്രയും മൂക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇനി നമ്മൾ സാധാരണ പരിപ്പ് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ ഇപ്പോൾ ഇവിടെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആകുമല്ലോ. അപ്പം നിങ്ങൾ എങ്ങനെയാണോ ശർക്കരയൊക്കെ ചേർത്ത് തേങ്ങാപ്പാൽ ചേർത്ത് രണ്ടാം പാലിൽ ഇതൊന്ന് വേവിച്ചെടുത്ത് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചുക്കും നമ്മൾ ഏലക്കയൊക്കെ പൊടിച്ച് ചേർത്ത് നെയ്യൊക്കെ ചേർത്ത് വറുത്തെടുക്കാവുന്നതാണ്. തേങ്ങ വറുത്തിടുന്നത് നമ്മളുടെ എയർ ഫ്രയറിൽ വറുത്തിട്ട് നമുക്ക് കശുവണ്ടിയും തേങ്ങയൊക്കെ വറുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.